പ്രൈസ് ഗോഡ്. ഞാൻ ഇവിടെ നിന്ന് സാക്ഷ്യം തുടങ്ങുന്നതിന് മുമ്പ് ഒരു ദൈവവചനം പറയണമെന്ന് വിചാരിച്ചു. ഇവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുണ്ട്, ദൈവ സാന്നിധ്യമുണ്ട്. അതിന്ന് പകൽക്കാലം ഒന്നുകൂടെ ഉറപ്പിക്കത്തക്ക വിധത്തിൽ ഞാൻ പറയാൻ പോകുന്ന വാക്യം തന്നെ അജിത് പാസ്റ്റർ ഇന്ന് തുടങ്ങിയപ്പോൾ പറഞ്ഞു, യഹോവ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. എന്റെ സാക്ഷ്യം തുടങ്ങാൻ ആഗ്രഹിച്ച വാക്യം ഇതാണ്, യഹോവ നല്ലവനെന്ന് രുചിച്ചറിവിൻ. ആ ഒരു വാക്യം പറഞ്ഞാണ് തുടങ്ങാൻ ഞാൻ ആഗ്രഹിച്ചത്. അതിനെ സപ്പോർട്ട് ചെയ്ത് ഇവിടെ നടക്കുന്നതെല്ലാം ഒന്നിനോടൊന്ന് കണക്റ്റഡ് ആയിട്ടുള്ള വിധത്തിലാണ് പരിശുദ്ധാത്മാവ് ചെയ്തെടുക്കുന്നത്. അപ്പൊ ആ വചനം പറഞ്ഞതിനെ ഞാൻ തുടങ്ങട്ടെ. യഹോവ നല്ലവനെന്ന് രുചിച്ചറിവിൻ. യഹോവ നല്ലവനെന്ന് ഞാൻ രുചിച്ചറിഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. എൻ്റെ ലൈഫില് ദൈവം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എത്ര മനോഹരവും എത്ര നല്ലതും എന്ന് പറയുവാൻ ദൈവം എനിക്ക് ഇനി ഓപ്പർച്യൂണിറ്റി തന്നതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ഈ സാക്ഷ്യം തുടങ്ങുന്നതിന് മുമ്പ് ബ്രീഫായിട്ട് എന്നെ പറ്റി ഒന്ന് പറയണമെന്ന് അജിത് പാസ്റ്റർ പറഞ്ഞിരുന്നു. ഞാൻ എങ്ങനെ രക്ഷിക്കപ്പെട്ടു എന്നുള്ളത്. എൻ്റെ ഹസ്ബൻഡും ഈ ചർച്ചിലുണ്ട്. ഞങ്ങൾ മർത്തോമാ സഭയിൽ നിൽക്കുന്നവരായിരുന്നു. താമസിക്കുന്നത് ചെങ്ങന്നൂർ പുത്തങ്കാവ് അങ്ങാടിക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞങ്ങൾക്ക് 2 ആൺമക്കളും അവരുടെ ഭാര്യമാരും ഒരു കൊച്ചുമകളും ഞങ്ങൾക്കുണ്ട്. ഇതാണ് ഞങ്ങളുടെ കുടുംബം. കുഞ്ഞുങ്ങൾ 2 പേരും ജോലിയോടുള്ള ബന്ധത്തിൽ മറ്റൊരു സ്ഥലത്തായിരിക്കുന്നു. അതാണ് ഞങ്ങളുടെ പറ്റിയുള്ള ഒരു വേറെ ബൗട്ട്സ്. ഞാൻ എങ്ങനെ കർത്താവിനെ കണ്ടുമുട്ടി എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ജനിച്ചു വളർന്ന മർത്തോമാ സഭയിലായിരുന്നു. എന്നാൽ വളരെ നല്ല സൺഡേ സ്കൂളും ക്വയറും യൂത്ത് ലീഗും ഒക്കെ എൻ്റെ ലൈഫിൽ ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു. പള്ളിയുമായിട്ട് അടുത്തൊരു ബന്ധമുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അറിഞ്ഞ കർത്താവ് അല്ലെ ദൈവം അങ്ങ് ദൂരെ എവിടെയോ, അങ്ങ് മുകളിൽ സ്വർഗത്തിരുന്ന് നമ്മളെ നോക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കേൾക്കുന്ന, തിരിച്ചിങ്ങോട്ട് എന്താ പറയുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത അനുഭവങ്ങളിലൂടെ കടന്നുപോയ മർത്തോമാ സഭയിലുള്ള എൻ്റെ ജീവിതം അങ്ങനെയായിരുന്നു. ഞാൻ MSc കഴിഞ്ഞ സമയത്ത് എനിക്ക് 23 വയസ്സുള്ളപ്പോൾ ചർച്ചിൽ ഇരുന്ന അന്നത്തെ അച്ഛൻ റെവറൻഡ് എബ്രഹാം ലിങ്കൺ അച്ഛൻ പരിശുദ്ധാത്മാവിൽ അന്യഭാഷയിൽ സംസാരിക്കുകയും ശുശ്രൂഷിക്കുന്നതിനിടയിൽ അന്യഭാഷയും പറയുകയും ചെയ്യുന്ന ഒരു അച്ഛനായിരുന്നു. ആ അച്ഛൻ അന്ന് ചർച്ചിലിരുന്നപ്പോൾ അച്ഛന് ദൈവം കൊടുത്ത കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ 7 ദിവസം ഉപവാസ പ്രാർത്ഥന അച്ഛൻ വെച്ചു. അതിന്റെ ലാസ്റ്റ് ഡേ പ്രാർത്ഥിക്കുവാനായിട്ട് അച്ഛൻ എന്നെ വിളിച്ചു. പ്രാർത്ഥിക്കുവാൻ വെച്ചാൽ പേഴ്സണൽ ആയിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി. അവിടെ 2 ഉപദേശിമാരുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പ്രാർത്ഥിക്കാൻ പോയി. അന്ന് എൻ്റെ ഫസ്റ്റ് പ്രോഫറ്റിക് എൻകൗണ്ടർ ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്തു. ഞാൻ കർത്താവിനെ രുചിച്ചറിഞ്ഞ ദിവസമായിരുന്നു അത്. കാരണം അന്ന് പറഞ്ഞ പാസ്റ്റർ എൻ്റെ ലൈഫിൽ അതുവരെയുള്ള കാര്യങ്ങൾ അന്യഭാഷയിൽ പറയും. മറ്റൊരു പാസ്റ്റർ അന്ന് ഉപദേശിമാരെന്ന് പറയുന്നത് ട്രാൻസ്ലേറ്റ് ചെയ്യുകയും ചെയ്തു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് നന്നായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത്രയും ക്ലിയർ ആയിട്ട് എങ്ങനെയാ പറയുന്നത്, അതെന്റെ മനസ്സിലായിരുന്നു. അന്നും ഇന്നും ഞാൻ ദൈവത്തോട് ചോദ്യങ്ങളൊക്കെ ചോദിക്കും. അടയാളം വരെ ചോദിച്ച് ഞാൻ ദൈവത്തിൽ നിന്ന് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പൊ അന്ന് ഞാൻ പറഞ്ഞു, കർത്താവേ, ഇതെല്ലാം നല്ലതായിട്ട് പറഞ്ഞു കൊടുത്താണെന്ന് എനിക്ക് തോന്നുന്നു. അല്ല എന്ന് ഞാൻ വിശ്വസിക്കണമെങ്കിൽ ഒരു മനുഷ്യനും അറിയാൻ വയ്യാത്ത ഒരു കാര്യം എനിക്ക് മാത്രം അറിയാൻ പറ്റുന്ന ഒരു കാര്യം ഇവരിപ്പൊ പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കാം ദൈവം എന്നെ അറിയുന്നു എന്ന്. പെട്ടെന്ന് അന്യ ഭാഷയിൽ ആ ദേവദാസൻ പറഞ്ഞു, നീ 2 പ്രാവശ്യം നിന്റെ ജീവൻ ഒടുക്കാൻ നോക്കിയവളാണ്, എൻ്റെ കൈയാണ് നിന്നെ രക്ഷിച്ചതെന്ന് പറഞ്ഞു. അത് സത്യമായിരുന്നു. ഞാൻ അവിടെ അലറിക്കരഞ്ഞു. കാരണം ഞാൻ 17ാമത്തെ വയസ്സിൽ 2 സൂയിസൈഡൽ അറ്റംപ്റ്റ്സ് നടത്തി. കാര്യം വലുതൊന്നും അല്ല, ചെറിയ നിസ്സാര കാര്യങ്ങൾക്ക് അടി കൊണ്ടുവന്നു, വഴക്ക് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് സൂയിസൈഡൽ അറ്റംപ്റ്റ് നടത്തിയ വ്യക്തിയാണ് ഞാൻ. പക്ഷെ ദൈവത്തിന് എന്നെപ്പറ്റി ഒരു പർപ്പസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ദൈവം എന്നെ അതിലേക്ക് കൊണ്ടുവന്ന് ആ ദിവസം എനിക്കായിട്ട് ഒരുക്കി. അത് പറഞ്ഞപ്പോൾ ഞാൻ വാവിട്ട് കരഞ്ഞു. അന്ന് ആ പാസ്റ്ററിനോട് ചോദിച്ചു, നിന്റെ ജീവിതം നീ എനിക്ക് തരുമോ, എനിക്ക് നിന്നെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. ആ സമയത്ത് ഞാൻ അലറി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, കർത്താവ്, ഞാൻ എന്നെ നിനക്ക് തരുവാന്ന് പറഞ്ഞു. അന്ന് എൻ്റെ ലൈഫിൽ ഒരു മനുഷ്യനും പറയാത്ത മാറ്റങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി. ഞാൻ അന്ന് തൊട്ട് ബൈബിൾ ആർത്തിയോടെ വായിക്കാൻ തുടങ്ങി. ദൈവം ഒരാൾ അടുത്തു നിന്ന് പഠിപ്പിക്കുന്നത് പോലെ എനിക്ക് വചനത്തിന്റെ വെളിപ്പാടുകൾ തരാൻ തുടങ്ങി. ഐ കുഡ് ഫീൽ സംബഡി സ്റ്റാൻഡിങ് റൈറ്റ് ബിസൈഡ് മീ. ആ സമയങ്ങളിലൊക്കെ അങ്ങനെ എന്നെ ദൈവവചനത്തിന്റെ സത്യങ്ങളെ ഗ്രഹിപ്പാനിടയാക്കി. അത് കഴിഞ്ഞിട്ട് എനിക്ക് ദൈവം വിഷൻസ് തരാൻ തുടങ്ങി. ദൈവം എന്നോട് സംസാരിക്കുന്ന ശബ്ദമായി ഞാൻ കേൾക്കാൻ തുടങ്ങി. അന്യഭാഷയിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ അതുകൊണ്ടൊക്കെ വളരെ തൃപ്തിയായിരുന്നു. അങ്ങനെ 10 years എൻ്റെ ലൈഫിൽ കടന്നുപോയി. പക്ഷെ എൻ്റെ ലൈഫിനെ പറ്റി ദൈവത്തിന് മറ്റൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. അങ്ങനെ 23 വയസ്സിൽ രക്ഷിക്കപ്പെട്ട ഞാൻ 33ാമത്തെ വയസ്സിൽ വീണ്ടും ദൈവവുമായിട്ട് ഒരു എൻകൗണ്ടർ ഉണ്ടായി എനിക്ക്. ഞാൻ ജോലി ചെയ്തുകൊണ്ട് അടുക്കളയിൽ നിൽക്കുന്ന ഒരു സമയം വെളുപ്പിനെ 5 മണിക്ക് ഞാൻ പറഞ്ഞു, ജീസസ് ഐ ലവ് യു, ജീസസ് ഐ ലവ് യു. ഇതെങ്ങനെ ഞാൻ തന്നെ പറഞ്ഞോണ്ടിരിക്കുക. പെട്ടെന്നൊരു ശബ്ദം ഞാൻ കേട്ടു,
എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. ഞാൻ പറഞ്ഞു, കർത്താവെ, ഈ വാക്യം എവിടാന്ന് എനിക്കറിയത്തില്ല. ഞാനിപ്പോ ഓടിപ്പോയി ബൈബിൾ തുറക്കും. സ്നാനത്തിനെ പറ്റി അപ്പൊ ഞാൻ സ്നാനത്തിനെ പറ്റി തർക്കിച്ച് നിൽക്കുന്ന ഒരു ടൈമായിരുന്നു. ആ സമയത്ത് ഞാൻ പറഞ്ഞു, കർത്താവെ, സ്നാനത്തെ പറ്റിയാണെങ്കിൽ എനിക്കത് കാണിച്ചു തരണം. അങ്ങനെ യോഹന്നാന്റെ സുവിശേഷം 14:15 ദൈവം ആ വാക്യം എനിക്ക് കാണിച്ചു. ഞാൻ തുറന്നത് കണ്ടത് അതാ. അപ്പോൾ ഞാൻ ദൈവത്തിന്റെ മുമ്പിൽ എന്നെ സ്നാനത്തിനായിട്ട് സമർപ്പിച്ചു. അങ്ങനെ കർത്താവ് കാര്യങ്ങൾ ഒരുക്കി തന്നു. ഞാൻ സ്നാനപ്പെട്ടു. ഇതാണ് എൻ്റെ ലൈഫിലെ ഷോർട്ടായിട്ടുള്ള ഒരു പഴയ കാലം. അന്ന് മുതൽ ഇന്ന് വരെയും കർത്താവിന്റെ ജീവിതത്തിൽ വലിയവ ചെയ്തു എന്ന് എനിക്ക് പറയാൻ പറ്റും. ഞാൻ എപ്പോഴൊക്കെ തകർന്നോ അപ്പോഴൊക്കെ കർത്താവിനെ പണിതു. ഞാൻ എവിടെയൊക്കെ പതറിയോ അപ്പോൾ കർത്താവിനെ കരം പിടിച്ചു ബലപ്പെടുത്തി. ദൈവത്തിന്റെ വലിയ സംരക്ഷണം എനിക്ക് തന്നു. എനിക്ക് യുദ്ധം ചെയ്യാൻ പറ്റത്തില്ല. ഇരുളിന്റെ ശക്തികൾ മുമ്പിൽ നിന്ന് വെല്ലുവിളിച്ചപ്പോൾ എനിക്ക് വേണ്ടി യുദ്ധം ചെയ്ത ഒരു ദൈവം ഉണ്ടായിരുന്നു. ഞാൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുമെന്ന് തിരുവചനത്തിൽ എങ്ങനെ പറയുന്നു, അത് അപ്രകാരം തന്നെ എന്റെ കണ്ണിന്റെ മുൻപിൽ കാണുവാനിടയായി. വിഷൻസായി പല കാര്യവും ദൈവം എനിക്ക് നടക്കാൻ പോകുന്നത് ഫൈറ്റ്സ് ഒക്കെ ഇങ്ങനെ കാണിച്ചു തരും. അപ്പൊ ഞാൻ പ്രാർത്ഥിക്കും, ദൈവം എന്റെ കൂടെ ഉണ്ടല്ലോ എന്ന് പ്രാർത്ഥിക്കും. അതിനെയൊക്കെ ഓവർകം ചെയ്യുവാൻ സഹായിച്ച ദൈവമാണ്. ഇതെന്റെ ബ്രീഫായിട്ടുള്ള എന്റെ പഴയ കാലം. 2021 ഞങ്ങൾ ALFCയിൽ വന്നത്. അത് കുടുംബമായിട്ട് വന്ന ഒരു സൺഡേ വർഷിപ്പിനായിരുന്നു. അന്ന് മുതൽ ഇന്ന് വരെയും ഈ ചർച്ച് ഞങ്ങളുടെ ലൈഫിൽ വലിയൊരു ബ്ലെസ്സിങ് ആണ്. അത് എവിടെ വേണേലും ഞാൻ പറയും. ഞാൻ വിട്ടു വന്നതിനേക്കാൾ അതിശ്രേഷ്ഠമായ അനുഭവങ്ങൾ ഇതിനുള്ളിലുണ്ട്. ഇവിടെ കർത്താവിന്റെ വലിയ സാന്നിധ്യം അനുഭവിച്ചറിയാൻ പറ്റുന്നുണ്ട്. നമ്മൾ പ്രാർത്ഥിച്ച് ഒരുങ്ങി കടന്നു വന്നാൽ നമുക്ക് ഇതിനകത്ത് ദൈവത്തിന്റെ പ്രസൻസ് ഫീൽ ചെയ്യും. പരിശുദ്ധാത്മാവിന്റെ പ്രസൻസ് ഫീൽ ചെയ്യും. ഇങ്ങനെയുള്ള ചർച്ചാണിത്. ഇവിടെ ആത്മാവിന്റെ സ്വാതന്ത്ര്യമുണ്ട്. ആർക്ക് എങ്ങനെ വേണമെങ്കിലും ആരാധിക്കാം. ആരാധനയ്ക്ക് വേണ്ടി നമ്മളെ ആഹ്വാനം ചെയ്യുന്ന ഒരു ചർച്ച്. വളരെ നന്നായി ഉള്ളം കൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്ന ഒരു വർഷിപ്പ് ടീം. അതോടൊപ്പം പരിസരം മറന്ന് ആരാധിക്കുന്ന ഒരു കൂട്ടം ജനം. ഞാൻ അത് ഇവിടെ ആദ്യമായിട്ട് കാണുക. ഞാൻ പോയ ചർച്ചുകളിലൊക്കെയും കണ്ടു തുറന്നിരുന്ന് ഇങ്ങനെ ആരാധിക്കുന്നതായിരുന്നു കൂടുതലും. പക്ഷെ ഇവിടെ വന്ന് അടുത്ത് നിൽക്കുന്നതിന് പോലും അറിയാൻ വയ്യാതെ ദൈവത്തെ ആരാധിക്കുന്ന ഒരു ആത്മസാന്നിധ്യം നിറഞ്ഞൊരു മണ്ഡലമാണ് ഇതിനുള്ളിലുള്ളത്. അത് ഞാൻ എന്റെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായിരുന്നു. മറ്റൊരു കാര്യം പറയാനുള്ളത്, അറിഞ്ഞ വചന സത്യതകളെക്കാൾ ഒരു പടിയൂടെ ഉയർന്ന നിലയിലേക്ക് വചനത്തിലൂടെ നമ്മളെ വളർത്തുന്ന പ്രിയജിത് പാസ്റ്റർ, ജുറു പാസ്റ്റർ, പസസുമ, അവരെയൊക്കെ വചന ശുശ്രൂഷകൾ കേൾക്കുമ്പോൾ ആത്മബലം നമുക്ക് കൂടുകയാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഈ ചർച്ചിൽ നിന്ന് ആരാധിക്കുമ്പോൾ വിഷൻസ് കാണാറുണ്ട്. അങ്ങനെ ഒരു ദിവസം ദൈവം എന്നോട് പറഞ്ഞു, യുദ്ധം ഇവിടെ അല്ല ഉള്ളത്, സ്പിരിച്വൽ ലെവലിലേക്ക് കടന്നു വരിക, ആത്മമണ്ഡലത്തിലാണ് യുദ്ധം നടക്കേണ്ടതെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അന്ന് ഒരാളോട് പറഞ്ഞു, നമ്മൾ യുദ്ധം ചെയ്യാൻ പോകേണ്ടത് ഇനി ആത്മമണ്ഡലത്തിലാണ്. അങ്ങനെ ഒരു യുദ്ധം നമുക്ക് ഇനി ഉണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് നെക്സ്റ്റ് വീക്ക് തൊട്ട് അജിത് പാസ്റ്റർ പറഞ്ഞു, ക്ലൈംബ് അപ്പ്, നമുക്ക് മുകളിലേക്ക് കയറാം, നമുക്ക് ഉയരങ്ങളിലേക്ക് കയറാം. ഇങ്ങനെ അജിത് പാസ്റ്റർ പറയാൻ തുടങ്ങി. അന്ന് തൊട്ട് നമ്മുടെ ആത്മീക ലെവൽ മാറാൻ തുടങ്ങി. ഇവിടെ നമ്മളെ ഫാസ്റ്റിംഗ് പ്രേയറും അതുപോലെ ഫയർ ആൾട്ടർ സർവീസും ഒക്കെയും വലിയ മാറ്റങ്ങൾ, വലിയ ശക്തി നമ്മളിലേക്ക് പകരാൻ തുടങ്ങി. ഞാൻ ഇവിടെ പറഞ്ഞ ചില കാര്യങ്ങൾ, അജിത് പാസ്റ്റർ പറയുന്ന കാര്യങ്ങൾ, ദ ഗ്ലോറി റെലം, ദ ഹോളി റെലം, ദ റോറിംഗ് ലയൺ ഓഫ് ജൂദ, ദ കിങ് ആൻഡ് ഹിസ് കിങ്ഡം, ഹോളി സ്പിരിറ്റ്, ഫൈവ്-ഫോൾഡ് മിനിസ്ട്രി, ആൻഡ് ഗോഡ് ഈസ് റേസിംഗ് അപ്പ് ആൻ ആർമി ഹിയർ, ഇന്റർസെഷൻ, വാർഫെയർ, ഇതിലേക്കൊക്കെയും ജനത്തെ നടത്തുന്ന വളരെ ശക്തവും വളരെ ഫലപ്രദവുമായ ആത്മീയ വളർച്ചയാണ് ഇവിടെ നടക്കുന്നത്. അത് ജീവിതത്തില് എനിക്ക് വളരെ ബലം പകരുന്നുണ്ട്. പാസ്റ്റർ എപ്പോഴും പറയും, പൂച്ചയെ പോലെ പതുങ്ങിയിരിക്കുന്നവരല്ല, സിംഹത്തെ പോലെ ഗർജിക്കുവാൻ നമ്മളെ ബലപ്പെടുത്തുന്ന വലിയൊരു ശുശ്രൂഷയാണ് ഇവിടെ നടക്കുന്നത്. ഹല്ലേലൂയ. അതുപോലെ ഇവിടെ ഫൈവ്-ഫോൾഡ് മിനിസ്ട്രി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. പേഴ്സണൽ ആയിട്ട് വന്ന് പ്രാർത്ഥിച്ചാൽ ദൈവാലോചന പറയുന്ന അജിത് പാസ്റ്ററും ജെറു പാസ്റ്ററും ഒക്കെ പ്രൊഫറ്റിക് ആയിട്ട് തന്നെ നമ്മളോട് കാര്യങ്ങൾ പറയും. എന്റെ ലൈഫിൽ പാസ്റ്റർ അടുത്ത് ഞാൻ അങ്ങനെ 2-3 പ്രാവശ്യം ചെന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. പാസ്റ്റർ എന്നോട് പറഞ്ഞതൊക്കെ എന്റെ ലൈഫിൽ സത്യമായി ഞാൻ അനുഭവിച്ചറിയുന്നു, ഇന്നും അനുഭവിച്ചറിയുന്നു. അതുപോലെ ഈ ചർച്ചിനുള്ളിൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആരാധന എന്ന് പറയുന്ന തേഴ്സ്ഡേ മോർണിംഗ് ഫാസ്റ്റിംഗ് പ്രേയർ. ദാറ്റ് ഇസ് എ സ്പെഷ്യൽ ടൈം. നമ്മൾ ഇതിനകത്ത് വന്ന് കയറുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാ അവിടെ നിറഞ്ഞു നിൽക്കുക. അതിൽ കടന്നു വരുന്ന ഓരോരുത്തർക്കും അതറിയാം. ആൻഡ് വിൽ സ്റ്റാർട്ട് സീയിങ് വിഷൻസ്. അത് ഒരാളല്ല, പലരും പല വിഷൻസ് കാണും. പക്ഷെ ഒന്നിനോടൊന്ന് കണക്റ്റഡ് ആയിരിക്കും. ഇവിടെ ഞാൻ കണ്ടിട്ടുള്ള ഒത്തിരി വിഷൻസ് ഉണ്ട്. ഞാനിവിടെ ബേണിംഗ് ഫയർ കണ്ടിട്ടുണ്ട്, ഈ ആൾട്ടറിൽ ഫ്ലോയിങ് റിവർ കണ്ടിട്ടുണ്ട്, സ്ട്രീംസ് കണ്ടിട്ടുണ്ട്, ദൈവത്തിന്റെ വലിയ പ്രകാശം കണ്ടിട്ടുണ്ട്, ദൂതന്മാരിറങ്ങുന്ന കണ്ടിട്ടുണ്ട്, സ്ക്രോൾസ് മുകളിൽ നിന്ന് താഴേക്ക് വരുന്ന ചുരുളുകൾ, അങ്ങനെ പല കാര്യങ്ങൾ വിഷനിലൂടെ കാണാൻ പറ്റിയിട്ടുണ്ട്. ചിറകുകൾ കണ്ടവരുണ്ട്, വാർഫെയർ വെപ്പൺസ് കണ്ടവരുണ്ട്. ഇതെല്ലാം ഇവിടെ വരുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അങ്ങോട്ടും ഇങ്ങോട്ടും അത് നമ്മളെ പറയുമ്പോഴും ബലം ധരിപ്പിക്കുന്നതാണ്. അതുപോലെ എനിക്ക് വിശേഷമായിട്ട് എടുത്തു പറയാൻ, മിക്ക ദിവസങ്ങളിലൂടെ വരുമ്പോൾ കർത്താവിൻ്റെ സ്പർശനം അനുഭവിക്കാൻ പറ്റും. എന്നാൽ ഈ ജൂൺ 20th and 27th എൻ്റെ ലൈഫിൽ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള 2 ഡേയ്സ് ആയിരുന്നു. ജൂൺ 20th തേഴ്സ്ഡേ മോർണിംഗ് ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഹോളിലേക്ക് കയറിയപ്പോൾ മുതൽ എൻ്റെ ശരീരത്തിൽ ഞാൻ
പരിശുദ്ധാത്മാവിന്റെ സ്പർശനം അനുഭവിപ്പാൻ തുടങ്ങി. അത് നമുക്ക് ഫീൽ ചെയ്യും, ഹോളി സ്പിരിറ്റ് ഈസ് ദെയർ എന്നുള്ളത്. അത് എനിക്ക് നന്നായിട്ട് അനുഭവപ്പെടാൻ തുടങ്ങി. അപ്പോൾ പാസ്റ്റർ ശുശ്രൂഷിക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ഉച്ച മുതൽ ഉള്ളംകാൽ വരെ വലിയൊരു പരിശുദ്ധാത്മ സ്പർശനം ഞാൻ അനുഭവിച്ചു. അതൊരു വലിയ ബലം എന്നിലേക്ക് തന്നു. അതിനുശേഷം ഞാനൊരു വിഷൻ കണ്ടു. ആ വിഷൻ എന്ന് പറയുന്നത് ഒരു വലിയ പാറ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടു. ആ പാറ വെട്ടിയിറക്കിയ കുത്തനെയുള്ള ഒരു പാറ, ഒരു സ്റ്റീപ്പ് ഹാർഡ് റോക്ക്. ആ പാറയുടെ അടുത്തൂടെ വളരെ തെളിഞ്ഞ നീരൊഴുകുന്ന ഒരു അരുവി, അത് ദാറ്റ് ഈസ് പറഞ്ഞ ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ എന്ന് തന്നെ പറയാം. അതിങ്ങനെ ഒഴുകുകയും ആ പാറ കാണുകയും ചെയ്തപ്പോൾ എൻ്റെ ഉള്ളിലേക്ക് വലിയൊരു സന്തോഷം അടിച്ചു കയറി. അത് താഴേക്ക് വന്നിട്ട് ഇങ്ങനെ സ്പ്ലാഷസ് ആയിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് തെറിക്കാൻ തുടങ്ങി. അപ്പം ഞാൻ അനുഭവിക്കുന്ന ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റാതെ ഇന്നുവരെ അനുഭവിക്കാത്ത വലിയൊരു ആത്മസന്തോഷം. അപ്പോൾ ആ സമയം തന്നെ അജിത് പാസ്റ്റർ ഇവിടെ നിന്നുകൊണ്ട് പറയുന്നു, ജോയ് അൺസ്പീക്കബിൾ. അത് പാസ്റ്റർ പറഞ്ഞു കഴിഞ്ഞിട്ട് എൻ്റെ കൂടെ ഒരു കാര്യം, full of glory, joy unspeakable, full of glory. അത് വളരെ ബലപ്പെടുത്തുന്നതായിരുന്നു. അതിനുശേഷം കഴിഞ്ഞ ആഴ്ചയും ഞാൻ 2 വിഷൻസ് കണ്ടു. അത് വാർഫെയറിനോട് ബന്ധപ്പെട്ടുള്ളതാണ്. ഞാൻ ആ വിഷൻ ഇവിടെ ഷെയർ ചെയ്തു. ഈ വിഷൻസ് ഒക്കെയും ദൈവം നമ്മളെ കാണിക്കുന്ന. ഇന്ന് ഞാൻ ഇത് പറയുമ്പോഴും ഞാൻ ഒരു കാര്യം പ്രാർത്ഥിച്ചൊരുങ്ങിയാണ് വന്നത്, എൻ്റെ വായിൽ നിന്ന് അരുതാത്തൊന്നും വരരുത്. പരിശുദ്ധാത്മാവ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, എന്നെ ഫുള്ളായിട്ട് കൺട്രോൾ ചെയ്യണം. സോ ഐ ഗീവ് ദ ഫുൾ ഗ്ലോറി ടു ജീസസ് ക്രൈസ്റ്റ്, the heavenly father and holy spirit. ഞാൻ ഇനി ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. എവിടെയെങ്കിലും നിൽക്കത്തില്ല സാക്ഷ്യം പറഞ്ഞാൽ. ഈ ചർച്ചിനുള്ളിൽ തന്നെയുള്ള എൻ്റെ എക്സ്പീരിയൻസ്. സോ നമ്മൾ ഒറ്റ കാര്യം ചെയ്താൽ മതി, നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങുക, നമ്മളെ സറണ്ടർ ചെയ്യുക. ഇവിടെ ഒഴുകുന്ന ഒഴുക്കിനൊപ്പം നമ്മൾ ഒഴുകുക, അത് നമ്മളെ എത്തേണ്ട അടുത്ത് എത്തിക്കും. പ്രൈസ് ഗോഡ്.